ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 37 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 38 മുതൽ 42 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഏടുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യങ്ങൾ ആ ആളുകൾക്ക് അറിയില്ലേ എന്നൊരു ചോദ്യം. തെറ്റായി ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അറിയില്ലേ? ശേഷം അള്ളാഹു പറയുന്നു, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. 38-ാമത്തെ ആയത്ത്. അല്ല, അത് ശരിക്ക് അൻ ലാ എന്നാണ്. അൻ എന്ന് പറഞ്ഞാൽ എന്ന് എന്നർത്ഥം. പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ എന്ന് എന്നുള്ള അർത്ഥം. ലാ, ഇല്ല. അപ്പോൾ അൻ ലാ, അതാണ് അല്ല എന്നായത്. ഒന്നിച്ചർത്ഥം ഇല്ല എന്ന്. തസിറു, വസറ എന്ന് പറഞ്ഞാൽ വഹിച്ചു എന്നാണ്. ഭാരം വഹിക്കുക എന്ന് പറയില്ലേ, വഹിച്ചു, പാപഭാരം വഹിച്ചു എന്നൊക്കെ പറയും. തസിറു, അത് മുളാരിയായ രൂപമാണ്. വഹിക്കും, വഹിക്കുന്നു. ആര്? വാസിറത്തുൻ, വാസിറത്ത്, വഹിക്കുന്നവൻ, പാപഭാരം വഹിക്കുന്നവൻ. അപ്പോൾ അല്ലാ തസിറു വാസിറത്തുൻ, പാപഭാരം വഹിക്കുന്നവൻ വഹിക്കുകയില്ല എന്ന്. വിസ്റ ഉഖ്റ, വിസ്റ പാപഭാരം, ഉഖ്റ മറ്റൊരാളുടെ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന്. അടുത്തായത് വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. വ അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥം. അൻ എന്ന്, ലൈസ ഇല്ല, ലിൽ ഇൻസാനി ഇൻസാൻ മനുഷ്യൻ, ലി എന്ന് പറഞ്ഞാൽ ക്ക്, ന് വേണ്ടി, ഇവിടെ ന് എന്നുള്ള അർത്ഥം. ലിൽ ഇൻസാനി മനുഷ്യന്. അപ്പോൾ വഅൻ ലൈസ ലിൽ ഇൻസാനി മനുഷ്യന് ഇല്ല എന്നും. ആ വാവ് ചേർക്കുമ്പോഴാണ് എന്നും എന്ന് കിട്ടുക. വാവ് ഇല്ലാതെ പറയുമ്പോൾ ഇല്ല എന്ന്. അൻ ലൈസ ലിൽ ഇൻസാനി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇല്ല എന്ന്. വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ ഇല്ല എന്നും. ഇല്ലാ മാ സഅ, ഇല്ല അല്ലാതെ, ഒഴികെ. മാ സഅ, സഅ എന്ന് പറഞ്ഞാൽ അവൻ പരിശ്രമിച്ചു, അവൻ അധ്വാനിച്ചു, അവൻ പ്രവർത്തിച്ചു. മാ സഅ, അവൻ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അവൻ പരിശ്രമിച്ചത്, അവൻ പ്രയത്നിച്ചത്. ഇല്ലാ മാ സഅ, അവൻ പ്രയത്നിച്ചതല്ലാതെ, അവൻ പ്രവർത്തിച്ചതല്ലാതെ, അവൻ പരിശ്രമിച്ചതല്ലാതെ. സഅ എന്ന് പറഞ്ഞാൽ സഅയ് ചെയ്തു, വേഗത്തിൽ നടന്നു, അല്ലെങ്കിൽ ഓടി, ആ ഒരു രൂപത്തിൽ അർത്ഥമുണ്ട്. നമ്മൾ സഅയ് ചെയ്യുക എന്ന് പറയില്ലേ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ, ആ അർത്ഥമുണ്ട്. ഇവിടെ പക്ഷേ നമ്മൾ പരിശ്രമിച്ചു എന്നുള്ള അർത്ഥമാണ് ഇവിടെ യോജിച്ചത്. ഒന്നിച്ചായതിൻ്റെ അർത്ഥം വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ, അവൻ പരിശ്രമിച്ചതല്ലാതെ ഇല്ല എന്നും. അടുത്തായത് വഅന്ന സഅയഹു സൗഫ യുറാ. വഅന്ന, അന്ന നിശ്ചയമായും, വഅന്ന നിശ്ചയമായും, അതും വാവ് അത്ഫിൻ്റെ വാവാണ്. സഅയഹു, സഅ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പരിശ്രമിച്ചു. അപ്പോൾ സഅയ് പരിശ്രമം. സഅയ് എന്നുള്ളതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ ഒരു സഫാ മർവയുടെ ഇടയിലുള്ള ആ ഒരു നടത്തത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഓട്ടത്തിന്, അതിനൊക്കെ സഅയ് എന്ന് പറയും. സഅയഹു, അവൻ്റെ പരിശ്രമം. ഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ. സഅയ് പരിശ്രമം, സഅയഹു അവൻ്റെ പരിശ്രമം. അപ്പോൾ വഅന്ന സഅയഹു, അവൻ്റെ പരിശ്രമം, തീർച്ചയായും അവൻ്റെ പരിശ്രമം അങ്ങനെയാണെന്നും. എങ്ങനെ? സൗഫ യുറാ, സൗഫ വഴിയെ, പിന്നീട്. യുറാ, റ എന്ന് പറഞ്ഞാൽ കണ്ടു, യറാ കാണും, കാണുന്നു. യുറാ കാണിക്കപ്പെടും, കാണിക്കപ്പെടുന്നു. മജ്ഹൂൽ രൂപമാണ്, പാസീവ് വോയിസ് ആണ്. സൗഫ യുറാ,
സൗഫ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവി കാലത്തിൻ്റെ അർത്ഥം മാത്രമേ പറയുള്ളൂ. ശരിക്കും യുറ എന്ന് പറയുമ്പോൾ കാണിക്കപ്പെടും, കാണിക്കപ്പെടുന്നു, രണ്ടർത്ഥം ഉണ്ടല്ലോ. അതിൽ സൗഫ ചേരുമ്പോൾ കാണിക്കപ്പെടും എന്നുള്ള ഭാവി കാലത്തിൻ്റെ അർത്ഥം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സൗഫ യുറ കാണിക്കപ്പെടും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അന്ന സഅയഹു സൗഫ യുറ, നിശ്ചയമായും അവൻ്റെ പരിശ്രമം കാണിക്കപ്പെടും എന്നും. അടുത്തായത് സുമ്മ യുജ്സാഹുൽ ജസാ അൽ ഔഫ, സുമ്മ പിന്നെ അല്ലെങ്കിൽ എന്നിട്ട്, യുജ്സാഹു ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി എന്നാണ്. യജ്സി പ്രതിഫലം നൽകും, പ്രതിഫലം നൽകുന്നു. യുജ്സ അത് മജ്ഹൂൽ രൂപ, പ്രതിഫലം നൽകപ്പെടും, പ്രതിഫലം നൽകപ്പെടുന്നു. യുജ്സാഹു അതിന് പ്രതിഫലം നൽകപ്പെടും, അതിന് പ്രതിഫലം നൽകപ്പെടുന്നു. അൽ ജസാ അൽ ഔഫ, അൽ ജസാ പ്രതിഫലം, അൽ ഔഫ പരിപൂർണമായ അല്ലെങ്കിൽ നിറവേറിയ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം സുമ്മ യുജ്സാഹുൽ ജസാ അൽ ഔഫ, പിന്നീട് പരിപൂർണമായ പ്രതിഫലം അവന് അതിന് നൽകപ്പെടും, പ്രതിഫലം നൽകപ്പെടും. അടുത്തായത് വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, വ അന്ന വാവ് അത്തിഫിൻ്റെ വാവായിട്ടോ ഇസ്തിനാഫിയുടെ വാവായിട്ടോ പറയാം. അത്തിഫിൻ്റെ വാവായിട്ട് പറയുമ്പോൾ എന്നും എന്നുള്ള രൂപത്തിൽ അർത്ഥം കൊടുക്കാൻ കാരണം തൊട്ട് മുമ്പത്തതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇസ്തിനാഫിയുടെ വാവാണെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട, ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള വാവ്. അന്ന തീർച്ചയായും, ഇലാ റബ്ബിക്ക, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, റബ്ബിക്ക റബ്ബ് രക്ഷിതാവ് നാഥൻ അല്ലെങ്കിൽ റബ്ബ്, ക താങ്കളുടെ, റബ്ബിക്ക താങ്കളുടെ രക്ഷിതാവ്, ഇലാ റബ്ബിക്ക താങ്കളുടെ രക്ഷിതാവിങ്കിലേക്കാണ്, താങ്കളുടെ രക്ഷിതാവിലേക്കാണ്. അൽ മുൻതഹ, ഇൻതഹ എന്ന് പറഞ്ഞാൽ മടങ്ങിച്ചെന്നു അല്ലെങ്കിൽ അവസാനം എത്തിച്ചേർന്നു എന്നൊക്കെയാണ്. മുൻതഹ എത്തൽ, അവസാനം എത്തിച്ചേരൽ, മടങ്ങിയെത്തൽ അല്ലെങ്കിൽ ചെന്ന് അവസാനിക്കൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവിങ്കലേക്കാണ് അവസാനം ചെന്നെത്തിച്ചേരൽ എന്നും. ഇപ്പോൾ നമ്മൾ പദങ്ങൾ പരിചയപ്പെട്ടു, ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം ഇട്ട് കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വേദഗ്രന്ഥങ്ങളിൽ ഏടുകളിൽ ഉള്ള കാര്യങ്ങൾ അവർക്കറിഞ്ഞുകൂടെ? ഇനി അത് എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഇവിടെ. അല്ലാ തസിറു വാസിറത്തുൻ വിസറ ഉഹ്റ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന്. അപ്പോൾ ഇതാണ് ആ ഒരു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഏടുകളിൽ ഉള്ള കാര്യം അവർക്കറിയില്ലേ ചോദിച്ചില്ലേ? ഈ കാര്യം അവർക്കറിയില്ലേ? അപ്പോൾ ഇതാണ് ആ ഏടുകളിലുള്ള ഒരു കാര്യം, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല, ആ കാര്യം. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും 3 വിശദീകരണങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഓരോരുത്തരും സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിയായിരിക്കും. ഓരോരുത്തരും എന്തൊക്കെയാണോ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെ ആയിരിക്കും. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കും, അവരാണ് അതിന് മറുപടി പറയേണ്ടി വരിക. രണ്ടാമത്, ഒരാളുടെയും ഭാരം മറ്റൊരാളുടെ മേൽ വെച്ച് കെട്ടുകയില്ല, അല്ലെങ്കിൽ ഒരാളുടെ പാപഭാരം, ഒരാൾ ചെയ്ത തെറ്റ്, കുറ്റം, അത് മറ്റൊരാളുടെ മേലേക്ക് ഒരിക്കലും പോവില്ല. എങ്ങനെയല്ലാതെ? ആ ആൾക്കും കൂടെ ഇതിൽ പങ്കുണ്ടെങ്കിലല്ലാതെ. ചില സന്ദർഭങ്ങളിൽ തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരാളായിരിക്കും, പക്ഷേ മറ്റൊരാൾക്ക് കൂടെ അതിൽ പങ്കുണ്ടാവും. ചിലപ്പോൾ പങ്ക് എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം ചെയ്യണമെന്നില്ല, ഒന്നുകിൽ അതിന് നേതൃത്വം കൊടുത്തു, അല്ലെങ്കിൽ അതിന് ഉപദേശം കൊടുത്തു, അല്ലെങ്കിൽ അതിന് മാതൃക കാണിച്ചു. ചില തെറ്റുകുറ്റങ്ങളൊക്കെ ചിലർ ചെയ്യുന്നത് മറ്റ് ചിലരിൽ നിന്ന് മാതൃക കണ്ടിട്ടാണ്. അപ്പോൾ ആ മാതൃക കാണിച്ചവനും അതിന് ഉത്തരവാദിയാണ്. ചിലപ്പോൾ ചിലർ ഉപദേശിക്കും, നീ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, എന്നിട്ട് ഒരുത്തന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉപദേശിച്ചവനും അതിൽ പങ്കുണ്ട്. ചില സന്ദർഭങ്ങളിൽ നേതൃത്വം കൊടുക്കും ചിലർ, പക്ഷേ ചെയ്യുന്നവർ അവരായിരിക്കില്ല, നേതൃത്വം അവരായിരിക്കും. അപ്പോൾ അപ്പോഴും അവർക്കതിൽ പങ്കുണ്ട്. അങ്ങനെ പങ്കുണ്ടെങ്കിലല്ലാതെ, അങ്ങനെ ആണെങ്കിലല്ലാതെ അവർക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. പങ്കുണ്ടെങ്കിൽ അവർക്കതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഒരാൾ ചെയ്ത തെറ്റിൽ മറ്റൊരാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ അവർക്കതിൽ പങ്കുണ്ടെങ്കിലല്ലാതെ. അല്ലാത്തിടത്തോളം ഒരാളുടെ കുറ്റം മറ്റൊരാളുടെ മേലേക്ക് പോകൂല എന്നർത്ഥം. ഓരോരുത്തരുടെയും കുറ്റം അവർക്ക് തന്നെ ആയിരിക്കും. അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവർക്ക് തന്നെ ആയിരിക്കും.
അത് മറ്റൊരാളുടെ മേലേക്ക് പോകില്ല. ഇനി ഒരാൾ സ്വയം സന്നദ്ധനായിരിക്കുക, സമ്മതിച്ചു, ഞാൻ മറ്റൊരാളുടെ കുറ്റം, അവരുടെ ആ ഒരു ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം, ആ പാപഭാരം ഞാൻ വഹിച്ചോളാം എന്നൊരാൾ സമ്മതിച്ചാൽ, അതിന് സന്നദ്ധമായി മുന്നോട്ട് വന്നാൽ പോലും അയാൾക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാൾ സമ്മതിച്ചാൽ പോലും, സന്നദ്ധമായി മുന്നോട്ട് വന്നാൽ പോലും മറ്റൊരാളുടെ തെറ്റ് അയാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അയാളുടെ പാപഭാരം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ആയത്തിൽ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതേ ഉണ്ടാവുള്ളൂ. ഓരോരുത്തരും എന്തൊക്കെയാണോ ഇവിടുന്ന് പ്രവർത്തിച്ചത് അതേ അവർക്ക് കിട്ടുള്ളൂ. അല്ലാതെ മറ്റൊരാൾ നല്ലവണ്ണം പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അയാളുടെ കൂലി ഇയാൾക്ക് കിട്ടൂല. ഏതെങ്കിലും ഒരാൾ നന്നായിട്ട് നല്ല രൂപത്തിൽ ജീവിച്ചു, അയാളുടെ മകൻ വളരെ മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ചു, അതുകൊണ്ട് ആ ഉപ്പാൻ്റെ നന്മ കൊണ്ട് ഈ മകൻ സ്വർഗത്ത് പോവില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തന ഫലങ്ങളെ, കർമ്മഫലങ്ങളെ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ 3 അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തൊന്ന്, ഒരാളുടെ കർമ്മഫലം മറ്റൊരാൾക്ക് നൽകുകയില്ല, എങ്ങനെയാണെങ്കിലല്ലാതെ, അയാൾക്കും കൂടെ അതിൽ പങ്കുണ്ടെങ്കിലല്ലാതെ. നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒന്നാമത്തെ ആ ഒരു 38ാമത്തെ ആയത്തിന് സൂചിപ്പിച്ച പോലെ, ഒന്നുകിൽ നേതൃത്വം, അല്ലെങ്കിൽ ഉപദേശം, അല്ലെങ്കിൽ മാതൃക, ഈ രൂപത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾക്ക് അതിൽ പങ്കുണ്ടെങ്കിലല്ലാതെ ഒരാളുടെ കർമ്മഫലം മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല. മൂന്നാമതൊരു കാര്യം, പരിശ്രമം അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലാതെ ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല. ഒരാൾ നല്ല രൂപത്തിലൊക്കെ ജീവിക്കുന്നു, പക്ഷേ അയാൾക്ക് യാതൊരു കർമ്മങ്ങളൊന്നുമില്ല, അയാൾ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ആർക്കൊരു ഉപദ്രവമൊന്നുമില്ലാതെ നല്ല രൂപത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരാൾക്ക് പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കർമ്മങ്ങൾ വേണം, പ്രവർത്തനങ്ങൾ വേണം. ഈ 3 കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 2 ആയത്തുകളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾ ചെയ്തതിൻ്റെ പ്രതിഫലം മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല, ഒരാൾ ചെയ്തതിൻ്റെ ശിക്ഷ മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങൾക്ക് ഒരാൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് കിട്ടുന്ന ചില കർമ്മങ്ങളുണ്ട്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലതിലൊക്കെ. എങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളിൽ ഒന്ന് ഹജ്ജ്, മറ്റൊന്ന് ഉംറ, മറ്റൊന്ന് ദാനധർമ്മങ്ങൾ, മറ്റൊന്ന് പ്രാർത്ഥന. ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ഹജ്ജ് ചെയ്യാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ മരണപ്പെട്ട വ്യക്തിക്ക് ഹജ്ജ് ചെയ്യാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ തടസ്സം കൊണ്ട്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടോ അയാൾക്കത് ചെയ്യാൻ സാധിക്കാതെ വന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരാൾ ഹജ്ജ് ചെയ്യാം, അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. അതേസമയം അയാൾക്ക് എല്ലാവിധ സാഹചര്യങ്ങളും എല്ലാം പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അയാൾ ചെയ്യാൻ താല്പര്യമില്ല, അതൊന്നും ചെയ്യാൻ അയാൾക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വേറൊരാൾ ഹജ്ജ് ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കില്ല. ഇപ്പോൾ കടം, നമ്മൾ സാധാരണ പറയാറുള്ളതാണല്ലോ, കടത്തിൻ്റെ കാര്യം. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ആ കടം മക്കളോ മറ്റാരെങ്കിലുമൊക്കെ ഏറ്റെടുക്കും, എന്നിട്ടാണ് മയ്യത്ത് നിസ്കരിക്കുക, അല്ലേ? പക്ഷേ ഈ മരണപ്പെട്ട വ്യക്തി ആ കടം വീട്ടാനൊക്കെ എല്ലാവിധ അവസരങ്ങളും ഉണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യങ്ങളും സാമ്പത്തികമായ കഴിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളത് വീട്ടാൻ തയ്യാറല്ല, ആ കടമൊന്നും വീട്ടാൻ അയാൾക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടതെന്നുണ്ടെങ്കിൽ അയാളുടെ കടം വേറൊരാൾ വീട്ടിയതുകൊണ്ട് അയാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ല, നാളെ പരലോകത്ത് അയാൾക്ക് ശിക്ഷ ലഭിക്കും. അതേസമയം ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു, അയാൾക്കത് വീട്ടാനുള്ള സാഹചര്യം, അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ആ കടം വീട്ടാനുള്ള കഴിവുണ്ടായിരുന്നില്ല, കഴിവുണ്ടെങ്കിൽ അയാൾ എന്തായാലും വീട്ടുമായിരുന്നു, നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീട്ടാതിരുന്നത്. അങ്ങനെയൊക്കെയുള്ള കടങ്ങൾ മറ്റൊരാൾ വീട്ടുമ്പോൾ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ എല്ലാവിധ കഴിവും സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടും അത് വീട്ടാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ബാക്കി ഇവിടെയുള്ള ആളുകൾ വീട്ടിയതുകൊണ്ട് അയാൾക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. ഈ നാട്ടിലെ ആളുകൾക്ക് ആ ഒരു കടം തീരുമാനമാക്കി കൊടുത്തു എന്നല്ലാതെ മരണപ്പെട്ട ആൾക്ക് ആ കടം വീട്ടാത്തതിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് അയാൾ മുഅ്മിനായിരിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അയാൾ മുഅ്മിനായിരിക്കണം. രണ്ട്, അയാളത് നന്നായിട്ട് ആഗ്രഹിച്ചവനായിരിക്കണം, അത് ചെയ്യാൻ താല്പര്യമുള്ളവനായിരിക്കണം. അതല്ലാത്ത ഒരാൾക്ക് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ലഭിക്കില്ല എന്നർത്ഥം. ശരി, അടുത്ത ആയത്തിൽ വ അന്ന സഅയഹു സൗഫ യുറ, അവൻ്റെ പ്രവർത്തനം, അവൻ്റെ പരിശ്രമം പിന്നീട് അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നാളെ പരലോകത്ത് വെച്ച് ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾ അവർക്ക് കാണിക്കപ്പെടും, അവർക്ക് കാണിച്ചു കൊടുക്കും. അത് നമ്മൾ ചെറിയ സൂറത്തിലേ പഠിച്ചതാണല്ലേ. ഫമൻ യഅ്മൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. ഏതെങ്കിലും ഒരു ചെറിയ അളവ് നന്മ ഒരാൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവിടെ ലഭിക്കാതിരിക്കില്ല, അതവിടെ കാണിക്കപ്പെടും. ഒരു ചെറിയ അളവ് തിന്മ ചെയ്താൽ അതും അവിടെ കാണും. അപ്പോൾ എല്ലാ കർമ്മങ്ങളും അവിടെ കാണിക്കപ്പെടും, ആളുകൾക്കത് കാണിക്കപ്പെടും. എന്നിട്ട് അള്ളാഹു പറയാണ് സുമ്മ യുജ്സാഹുൽ ജസാ അൽ ഔഫ, പരിപൂർണമായ പ്രതിഫലം അവർക്ക് പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവർക്ക് എന്താണോ അതിന് പൂർണ്ണമായ രൂപത്തിലുള്ള പ്രതിഫലം, ആ പൂർണ്ണമായ രൂപത്തിലുള്ള പ്രതിഫലം അവർക്കതിന് ലഭിക്കും. എന്താണോ അവർക്ക് അർഹതപ്പെട്ടത്, നീതിപൂർവമായ അവർക്ക് അർഹതപ്പെട്ട പ്രതിഫലം അതിന് തീർച്ചയായിട്ടും അവിടെ നൽകും. വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിശ്ചയമായും അവരുടെ റബ്ബിലേക്കാണ്, അവരുടെ നാഥനിലേക്കാണ് അവരുടെ മടക്കം. അപ്പോൾ അവസാനം ഓരോരുത്തരും ചെന്നെത്തുക നാഥനിലേക്കാണ്. ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ അടുത്തേക്കാണ് എല്ലാവരും എത്തിച്ചേരുക. അവസാനം റബ്ബിലേക്കാണ് എത്തിച്ചേരൽ. ആ റബ്ബിനെ മറികടന്നുകൊണ്ട് റബ്ബിലേക്ക് എത്താതെ വേറെ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിലേക്കാണ്, റബ്ബിലേക്കാണ് എല്ലാവരും അവസാനം എത്തിച്ചേരുക. ഇവിടെ നോക്കൂ, നിങ്ങൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു വലീദ് ഇബ്നു മുഗീറയുടെ കാര്യമൊക്കെ. അവൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കാൻ വേണ്ടി മറ്റൊരാൾ രംഗത്ത് വന്നതും, അത് ആ പാപഭാരം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അതിന് പൈസ തന്നാൽ മതി എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞത് അല്ലേ. അതിനെ തുടർന്നുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഒരാളുടെ പാപഭാരവും മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പം അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അല്ലാ തസിറു വാസിറത്തുൻ, വാസിറത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ വാസിറത്തും വിസറ, വാസിറത്തും വിസറ, വിസറ ഉഖ്റ. വ അല്ലൈസ, അവിടെ ലാമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ലാമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. അപ്പോൾ അവിടെ ആ നൂനില്ല എന്ന് വിചാരിച്ച് ലാമിന് ഷെദ് കൊടുക്കുന്ന രൂപത്തിൽ പറഞ്ഞാൽ മതി. വ അൻ ലൈസ, അതുകൊണ്ട് തന്നെ അവിടെ ലാമിന് ഷെദ് കൊടുത്തിട്ടുണ്ടാവും. ശരിക്കും വ അൻ ലൈസ എന്ന് എഴുതുമ്പോൾ ലാമിന് ഷെദ് വേണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഖുർആനിൽ ഷെദ് കാണിച്ചത്? ആ നൂന് ലാമിലേക്ക് ലയിച്ചപ്പോൾ ലാമിന് ഷെദ് കിട്ടിയ രൂപത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ നൂനിനെ പറയേണ്ട, നേരെ ഷെദ്ദുള്ള ലാമ് പറഞ്ഞാൽ മതി. വ അല്ലൈസ, വ അല്ലൈസ ലിൽ ഇൻസാനി, സീനിൻ്റെ മുമ്പ് സുക്കൂളിൻ്റെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻസാനി, ഇൻ എന്ന് പറയില്ല, ഇൻസാനി ഇല്ലാ മാ സഅ. വ അന്ന, നൂൻ്റെ ഷെദ് മണിക്കുക. സഅയഹു, അവസാനത്തെ ഹാ ഉലമീർ, ആ ഹാ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹാ ഉലമീറിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു വാവ് അവിടെ ഇട്ടെടുത്തിട്ടുണ്ടാവും, ചെറിയൊരു വാവ്. അപ്പോൾ സഅയഹു, സൗഫ യുറ, സുമ്മ മീമിൻ്റെ ഷെദ് മണിക്കുക. യുജ്സാഹു, അവിടെ ജീമിൻ്റെ സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് ജീം. അപ്പോൾ അവിടെ അതിന് സുക്കൂന് വരുമ്പോൾ അതിനെ എടുത്ത് പറയണം, കുറച്ച് വെളിവാക്കി പറയണം, കട്ടിയിൽ പറയണം. ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. യുജ്സാഹു, അവിടെ നോക്കൂ, യുജ്സാഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉലമീർ ഉണ്ടല്ലോ. ആ ഹാ ഉലമീറിനെ നീട്ടണോ വേണ്ടേ? നീട്ടണ്ട. കാരണം എന്താണ്? അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കുക. 2ഇടത്തും ഹർക്കത്തില്ല. ഒരിടത്ത് ഹർക്കത്തില്ലെങ്കിൽ പോലും നീട്ടാൻ പാടില്ല. ഇവിടെ 2ഇടത്തും ഹർക്കത്തില്ല. തൊട്ട് മുമ്പ് ആ ഹാ ഉലമീറിൻ്റെ തൊട്ട് മുമ്പ് ഒരു നീട്ടലാണ്, യുജ്സാഹു. അപ്പോൾ അവിടെ ഒരു നീട്ടലാണ്. നീട്ടലിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല, അത് സുക്കൂനുള്ളൊരു അക്ഷരം പോലെയാണ് പരിഗണിക്കുക. അപ്പോൾ ആ ഹാ ഉലമീറിൻ്റെ മുമ്പ് സുക്കൂനുള്ള അക്ഷരമാണെന്ന് മനസ്സിലാക്കിയാൽ മതി, അതൊരു മദ്ദായതുകൊണ്ട്. ശേഷം അൽ ജസാ, അവിടെ ഒരു ഹംസത്ത് വസ്ൽ അവിടെ വന്നിട്ടുണ്ട് ഇടയിൽ, പക്ഷെ അതിനെ പരിഗണിക്കേണ്ട, നമ്മൾ ഉച്ചരിക്കാത്ത അക്ഷരമാണല്ലോ. ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമാണ്, അതിന് സുക്കൂന്. അപ്പോൾ ശേഷം സുക്കൂന്. അപ്പോൾ 2 ഭാഗത്തും 2 സൈഡിലും മുമ്പും ശേഷവും 2ഇടത്തും സുക്കൂനാണ്. അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. ഹു എന്നേ പറയാവൂ, ഹു എന്ന് നീട്ടൂല. അപ്പോൾ
യുജ്സാഹുൽ ജസാ എന്നേ പറയുള്ളൂ. ജസാ എന്ന് പറയുമ്പോൾ ആ ഒരു നീട്ടലിന് ശേഷം മദ്ദിന് ശേഷം ഹംസ വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. സാ എന്നുള്ള നീട്ടൽ, അ എന്നുള്ള ഹംസ. അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാകുമ്പോൾ നിർബന്ധമായിട്ടും 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ അൽ ജസാ അൽ ഔഫ. വ അന്ന നൂൻ്റെ ശബ്ദ മണിക്കണം. ഇലാ റബ്ബിക്കൽ മുൻതഹ. താഇൻ്റെ മുമ്പ് സുക്കൂൺ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ മുൻ എന്ന് പറയില്ല, മുൻതഹ മുൻതഹ. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അല്ലാ തസിറു വഹിക്കുകയില്ല എന്ന് ആര്? വാസിറത്തുൻ, പാപഭാരം വഹിക്കുന്നവൻ. അപ്പോൾ അത് സബ്ജക്റ്റാണ്, കർത്താവാണ്, അല്ലെങ്കിൽ ഫായിലാണ്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് വാസിറത്തുൻ അവസാനത്തിൽ ആ ഒരു ലമ് തൻവീൻ ഉണ്ടല്ലോ, അത് റഫ്ഇനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളും വഹിക്കുകയില്ല എന്ത്? വിസ്റ, പാപഭാരം. അപ്പോൾ ആ വിസ്റ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് വിസ്റ, അതിന് നെസ്ബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിൽ ആ ഫത്ത് ഇട്ടത്. വിസ്റ ഉഖ്റ. വിസ്റ ഉഖ്റ എന്ന് പറയുമ്പോൾ വിസ്റ എന്നുള്ളതിനെ ഉഖ്റ എന്നുള്ളതിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിന് ഇലൈഹി എന്ന് പറയും. ഏതിനെയാണോ ചേർത്തിയത് അതിനെ മുലാഫ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വിസ്റ എന്നുള്ളതിനെയാണ് ചേർത്തിയത്, അത് മുലാഫാണ്. ഉഖ്റ എന്നുള്ളതിലേക്കാണ് ചേർത്തിയത്, അത് മുലാഫിന് ഇലൈഹിയാണ്. ഈ മുലാഫിന് ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. പക്ഷേ ഇവിടെ ഉഖ്റ എന്നുള്ള പദമായതുകൊണ്ട് അതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത യാ ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള പദങ്ങൾ വരുമ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരം എന്നാണ് അതിന് പറയാം, രോഗമുള്ള അക്ഷരം എന്നൊക്കെ പറയും. അങ്ങനെ പറയാൻ കാരണം അതിൻ്റെ മേലെ ഹർക്കത്തൊന്നും അതിനിടാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ ഹർക്കത്തിനെ താങ്ങി നിർത്താനുള്ള കഴിവില്ല, അതിനുള്ള ആരോഗ്യമില്ല, രോഗമുള്ള അക്ഷരം എന്നുള്ള രൂപത്തിലൊക്കെയാണ് അതിനെ പറയാം. ഇല്ലത്തിൻ്റെ അക്ഷരം എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ആ ഒരു ഉഖ്റ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത യാ ഉണ്ട്. അങ്ങനെയുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ അതിന് ഹർക്കത്തൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അക്ഷരങ്ങളില്ലെങ്കിൽ അവിടെ കെസർ കൊണ്ടൊക്കെ ഒരു പക്ഷേ ആ ഒരു ജറിനെ സൂചിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഇല്ലത്തിൻ്റെ അക്ഷരം വന്നതുകൊണ്ട് അവിടെ ആ ഒരു ജറിനെ സൂചിപ്പിക്കാനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ അതിന് ജറ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജറിൻ്റെ സ്ഥാനത്താണത് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇനി അടുത്ത ആയത്തിൽ വഅൽ ലൈസ ലിൽ ഇൻസാനി. ലീ എന്നുള്ളത് ഹർഫ് ജറാണ്. ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ഇൻസാനി അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്, ആ ലീ വന്നതുകൊണ്ടാണ്. ഇല്ലാ മാ സഅ വ അന്ന സഅയഹു. വ അന്ന വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിനെ അന്നയുടെ ഇസ്മെന്ന് പറയും. അന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് അന്നയുടെ ഇസ്മ്. ഇവിടെ സഅയിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് സഅയ് എന്നുള്ളത് അന്നയുടെ ഇസ്മാണ്. അന്നയുടെ ഇസ്മിന്, അന്നയുടെയും ഇന്നയുടെയും ഒക്കെ ഇസ്മിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് സഅയ എന്ന് അവസാനത്തിൽ ഫത്ത് ഇട്ട് എഴുതിയത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സഅയഹു അവിടെ ശരിക്കും അവസാനത്തെ ഹ ഉലമീർ ഉണ്ടല്ലോ, അത് മുലാഫിന് ഇലൈഹിയാണ്, അതിലേക്ക് സഅയിനെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ ഹ ഉലമീർ ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം, അതിന് ജറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. മബിനിയായൊരു പദമാണത്. സൗഫ യുറ സുമ്മ യുജ്സാഹുൽ ജസാ അൽ ഔഫ. അൽ ജസാ അൽ ഔഫ എന്ന് പറയുമ്പോൾ ജസാഇനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഔഫ, അതായത് സിഫത്താണ് അല്ലെങ്കിൽ നാത്താണ്. അങ്ങനെയാകുമ്പോൾ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അപ്പോൾ ജസാ അൽ ഔഫ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ടിനും ഒരേ ഇറാബാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ജസാ എന്ന് പറയുമ്പോൾ അതിന് നെസ്ബാണ്. ഔഫ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഉച്ചരിക്കാത്തൊരു അക്ഷരമുള്ളതുകൊണ്ട് അവിടെ നമുക്ക് നെസ്ബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാൻ പറ്റും. അടുത്ത ആയത്ത് വ അന്ന ഇലാ റബ്ബിക. ഇല എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് റബ്ബി എന്ന് കസ്റിട്ട് എഴുതിയത്. റബ്ബിക്ക എന്ന് എടുത്തു കഴിഞ്ഞാൽ റബ്ബിനെ ക എന്നുള്ളതിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ മുലാഫിൻ ഇലൈഹിയാണല്ലോ. അപ്പോൾ ഇവിടെ ക എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. പക്ഷേ അതിന് ജറ് കാണിക്കാൻ വേണ്ടിയിട്ട് കസ്റിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ക എന്നുള്ളതൊരു മബിനിയായ പദം എന്നാണ് പറയുക, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അൽ മുൻതഹ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.